അഞ്ചപ്പത്തിലെ അത്ഭുതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും കൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ വിഷയം തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഇന്നും വിശ്വസിക്കുന്നു. എന്നോ കാലത്ത് ആരോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അതിനെ കണ്ടെത്തിയെന്ന് പൂർണ്ണമായി അവകാശപ്പെടുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതെ, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അത് വിശ്വസിക്കാൻ ദൈവമിടയാക്കട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്. ആ ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു. 6:1 മുതൽ വായിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതുകൊണ്ട് ഇനി ഞാനതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രം വായിക്കാം. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 അബദ്ധപ്പവും 2 മീനുമുണ്ട് എന്ന് അന്ത്രയോസ് പറഞ്ഞു. അപ്പോൾ യേശു ആളുകളെ ഇരുത്തുവീനെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീനെന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനങ്ങളെ പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അസുലഭ സന്ദർഭത്തിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കുറേ കൂടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളുള്ളവരായി, വിശ്വാസത്തിൻ്റെ നാവുകളുള്ളവരായി, വിശ്വാസത്തിൻ്റെ കൈകളുള്ളവരായി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുള്ളവരായി തീരുവാൻ കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യേശുവിനോടുകൂടെ സഞ്ചരിക്കുകയും യേശുവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ചെയ്ത ആ വലിയ പുരുഷാരത്തിന് വേണ്ടി യേശു ചെയ്ത ഒരു അത്ഭുതമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ അത്ഭുതത്തിനകത്ത് സഹകരിച്ച 5 കൂട്ടരെ ഞാൻ ഈ ഒടുവിലത്തെ സന്ദേശത്തിൽ പരിചയപ്പെടുത്തുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിട്ടു. ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മഹാത്ഭുതത്തിൽ സഹകരിച്ച, പങ്കുകൂടിയ 5 കക്ഷികൾ. ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കും. യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ അവൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ മനുഷ്യനൊരു പങ്കുണ്ട്. ഇവിടെ ഇതാ, ഈ അത്ഭുതത്തിൽ പങ്കുള്ള 5 പേരെ ഞാൻ കാണിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചപ്പോൾ ഒരു അന്ത്രയോസിനെ കണ്ടു. അന്ത്രയോസിന് നല്ലൊരു പങ്കുണ്ട്. ഒരു ബാലകനെ കണ്ടു. ബാലകന് നല്ലൊരു പങ്കുണ്ട്. വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? നമുക്കത് നോക്കാം. എൻ്റെ അന്വേഷണത്തിൽ ഞാൻ 5 കൂട്ടരെ കണ്ടെത്തി. ഈ മഹാത്ഭുതത്തിൻ്റെ പിന്നിലെ കരങ്ങൾ. യേശുവിനെ ഉൾപ്പെടുത്തുന്നില്ല. യേശുവാണ് അത്ഭുതം ചെയ്തവൻ. എന്നാൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, മനുഷ്യൻ്റെ പങ്ക്. ബാലകനെ നമുക്ക് ആദ്യമേ കാണാൻ പറ്റും, അല്ലേ? ആ ഒരു ബാലകൻ്റെ കയ്യിലെ അപ്പമാണതിൻ്റെ മൂലധനം. അവിടെ ഒരു 20,000 പേരത് കഴിച്ചപ്പോൾ 20,001-ാമത്തെ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന ആ റൊട്ടിക്കഷണവും ഈ ബാലകൻ്റെ കയ്യിലെ അപ്പമാണ്.
ഈ ബാലകന്റെ പൊതിയിലിരുന്ന 5 അപ്പം അല്ലാതെ വേറൊന്നും ഇവിടെ വന്നിട്ടില്ല. ലക്ഷക്കണക്കിന് കഷണങ്ങളായി മാറിയിരിക്കുന്ന ഈ അപ്പം ഈ പൊതിയിലുണ്ടായിരുന്നതാണ്. മൂലധനം ഈ 5 അപ്പമാണ്. എല്ലാ കഷണങ്ങളിലും ഇതാണ് വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാലകനെ മറന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ ബാലകനിൽ നിന്ന് അല്പം കൂടെ പുറകോട്ട് പോകാൻ ശ്രമിക്കാം. ഈ ബാലകനെ ഈ സമൂഹത്തിന് നൽകിയ അവൻ്റെ പേരൻസിനെ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ശ്രദ്ധിക്കാതെ പറ്റില്ല. ഒരു കുട്ടി ഒരു പാഴ്സലുമായി സ്കൂളിലോ തീവണ്ടിയിലോ ഓഫീസിലോ വരുന്നെങ്കിൽ അത് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട ഒരു സ്ത്രീയുടെ കരം അതിൻ്റെ പുറകിൽ ഉണ്ടാകാൻ 99% സാധ്യതയുണ്ട്. വിശേഷാൽ ഇതൊരു ബാലകനാണെന്ന് ഓർക്കുക. ഞാനിവിടെ ഒരു നല്ല വീട്ടമ്മയെ കാണുന്നു. ഈ അത്ഭുതത്തിൻ്റെ പിന്നിൽ ആ വീട്ടമ്മയുടെ കരമുണ്ട്. ഞാൻ ഇങ്ങനെ ഭാവന കാണുന്നു. 20,000 പേരിരുന്ന് കഴിക്കുന്ന ആ ഭക്ഷണം, ആ റൊട്ടി പരത്തിയ കരങ്ങൾ ആ കൂട്ടത്തിലുണ്ടോ? ചിലപ്പോൾ കാണാം. അതിൻ്റെ പുറകിൽ അധ്വാനിച്ച കൈകൾ ഒരു പക്ഷേ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ടാവാം, വന്നിട്ടില്ലായിരിക്കാം. ലോകത്തിൽ ആരും അറിയാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരാലും ആദരിക്കപ്പെടാത്ത കുറേ നല്ല മനുഷ്യർ എല്ലാ നല്ല പ്രവൃത്തിയുടെയും പുറകിലുണ്ടാവും. അവരെ ഭൂമിയിൽ ആരും ആദരിച്ചില്ല, ആദരിക്കുകയുമില്ല. പക്ഷേ ഒരു നന്മ പ്രവൃത്തിയും നഷ്ടപ്പെടുന്നില്ല. തിന്മയ്ക്ക് നന്മയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇതാരാണ് ഈ സ്ത്രീ? ഈ ബാലകന്റെ അമ്മയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ അമ്മ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? ഞാൻ പറയാം. ആ അമ്മയുടെ ജീവിത വീക്ഷണം, അവളുടെ അകത്ത് അവളുടെ കുഞ്ഞിനെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? അവൻ ദൈവവചനം കേൾക്കണം, അവൻ ആത്മീയനാകണം, അവനിലുള്ള ദൈവീക അംശത്തെ ഡെവലപ്പ് ചെയ്യണം, ആത്മീയ ചിന്തകളെ കരുത്തുള്ളതാക്കണം എന്ന കാഴ്ചപ്പാട് അവൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന ചിന്തയ്ക്ക് ബൈബിളിൽ വേറെ ധാരാളം തെളിവുകളുണ്ട്. ബൈബിളിലെ ശക്തന്മാരായ പ്രവാചകന്മാരെ സൃഷ്ടിച്ചത് ദർശനമുള്ള അമ്മമാരായിരുന്നു. പക്വതയുള്ള ആഡംബരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പുറകെ ഓടാത്ത, ലോകമോഹ സുഖങ്ങളിൽ മങ്ങി മയങ്ങി കണ്ണുകളിൽ ഇരുട്ട് കയറാത്ത ദർശനമുള്ള സ്ത്രീകളാണ് നല്ല മക്കളെ ഈ സമൂഹത്തിന് നൽകിയത്. ഇത് ഞാൻ അനുഭവത്തിൽ നിന്നും അഭിമാനത്തോടെ പറയുന്നതിൽ സന്തോഷമുണ്ട്. ആധുനിക വനിതകൾ പരസ്യത്തിന് വേണ്ടി ശരീരം പ്രദർശിപ്പിക്കുന്നവരായി തീർന്നിരിക്കുന്നു. ആധുനിക വനിതകൾ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അവർ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നു. ഇതെല്ലാം ഈ സമൂഹത്തിൻ്റെ കറുത്ത പാടുകളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവന ഏതാണെന്നറിയാമോ? നല്ല പൗരന്മാരെ വളർത്തുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ആത്മീകരെ സൃഷ്ടിക്കുക. ഈ വിഷയത്തിൽ ഈ ബാലകൻ, അവൻ യൗവനക്കാരനല്ല, ബാലകനാണ്. അവൻ്റെ പിന്നിലൊരു അമ്മയുണ്ട്. ഞാനിങ്ങനെ ഒരു ഭാവന കാണുകയാണ്. യേശുവിൻ്റെ പ്രഭാഷണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ അമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, മറ്റെന്ത് ക്യാൻസൽ ചെയ്താലും ഇതിന് പോകണം. കുട്ടികളല്ലേ, അവർക്ക് വേദാന്തം ഇഷ്ടപ്പെടില്ലല്ലോ.
അവർക്ക് സ്പോർട്സ്, മറ്റ് ഇൻട്രസ്റ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ അവർക്ക് ഇഷ്ടപ്പെടുക. ഏത് കുട്ടിക്കാണ് വേദം പഠിക്കാൻ താല്പര്യം? ഏത് കുട്ടിക്കാണ് ആത്മീയ കാര്യങ്ങളിൽ അത്ര ആവേശം? ആർക്കും ഇല്ല. അതൊക്കെ വയസ്സായവരുടെ ജോലിയാണ്. എങ്കിലും ഈ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കൂ. പ്രായമുള്ളവരും യൗവനക്കാരും മാത്രം തടിച്ചുകൂടിയിരിക്കുന്ന ഈ 10,000-കണക്കിന് ആളുകളുള്ള ആൾക്കൂട്ടത്തിൽ 2-3 ദിവസമായി ഒരു പൊതിച്ചോറും പിടിച്ച് അല്ലെങ്കിൽ റൊട്ടിയും പിടിച്ച് ഈ ആത്മീയ പ്രഭാഷണം അറ്റൻഡ് ചെയ്യുവാൻ ഈ ബാലകനെ പ്രേരിപ്പിച്ചത് ആര്? അവൻ്റെ പേരൻസ്. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ അവൻ്റെ അമ്മ. ആ മാതാവിൻ്റെ ദർശനം ആത്മീയത്തിൽ ഒതുങ്ങുന്നില്ല. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നിന്റെ കയ്യിലുള്ള അപ്പം, നിന്റെ കയ്യിലുള്ള റൊട്ടി, നിന്റെ കയ്യിലുള്ള ചോക്ലേറ്റ്, നിന്റെ കയ്യിലുള്ള പണം, വിശക്കുന്ന, കരയുന്ന, ബുദ്ധിമുട്ടുന്ന, ആവശ്യക്കാരനായ മറ്റൊരുവനും കൂടെ ഷെയർ ചെയ്യുവാൻ നീ മനസ്സുള്ളവനായിരിക്കണമെന്ന ഒരു പാഠവും കൂടെ ഈ മാതാവിനെ പഠിപ്പിച്ചിട്ടില്ലേ? ഷെയറിംഗ് ഒരു വലിയ വിഷയമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഷെയറിംഗ് ഇല്ല. ഇന്നത്തെ സമൂഹത്തിൽ പിടിച്ചുപറിക്കലാണ്, ആർത്തിയാണ്, കയ്യേറ്റം ചെയ്യലാണ്, മറ്റൊരുത്തിനെ തോൽപ്പിക്കലാണ്. ഷെയറിംഗ് ഇല്ല. ഒരു 50 കൊല്ലം മുമ്പ് കൂട്ടുകുടുംബമായിരുന്നു. 10 മക്കളാണ് കുറഞ്ഞത്. 12-15 ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മാമ്പഴമാണ് കിട്ടിയതെങ്കിൽ ആ അമ്മ അത് മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ പങ്കിട്ട് കഴിച്ചോളാൻ പറയും. അന്നത്തെ കുടുംബത്തെ ഷെയറിങ് വീട്ടിൽ നിന്ന് പഠിക്കുമായിരുന്നു. ഇന്ന് സ്വാർത്ഥതയാണ് വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. ഞാൻ സുവിശേഷം പറയുന്നെങ്കിലും വസ്തുതകൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരിക്കലൊരു എക്സ്കർഷന് പോകുന്നു സ്കൂളിൽ നിന്ന് കുട്ടികൾ. എൻ്റെ കുട്ടികൾ അന്ന് 1-ലോ 2-ലോ പഠിക്കുന്ന പ്രായം. പെരുമ്പാവൂരുള്ള ആ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോകാൻ വെളുപ്പിനെ 5:30 മണിക്ക് ഞാനും ഭാര്യയും കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലുന്നു. എല്ലാ പേരൻസോടെ വന്ന് നിൽപ്പുണ്ട്. അതിനിടയിൽ ഒരു അപ്പനും അമ്മയും കൂടെ കൂടി അവരുടെ കുഞ്ഞിനെ, ഞങ്ങളാരും ബസ്സിനകത്ത് കയറിയിട്ടില്ല, അവിടുത്തെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് കയറിയാൽ മതി എന്നാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാതാവും പിതാവും ചേർന്ന കൊച്ചിനെ കൊണ്ടുപോയി ബസ്സിൻ്റെ ഏറ്റവും നല്ല സീറ്റ് കണ്ടുപിടിച്ച് ആ സീറ്റിൽ ഇരുത്തിയിട്ട് പറയുകയാണ്, ആര് പറഞ്ഞാലും ഇവിടുന്ന് എഴുന്നേക്കരുത്, പിടിച്ചിരുന്നോണം, എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ ബാഗ് ഇവിടെ വെച്ചേച്ച് പൊക്കോണം, ഇതാണ് ഏറ്റവും നല്ല സീറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മറ്റൊരാളിനോട് ചോദിച്ചു, ഇതാണോ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്? മറ്റാരുടെയും കാര്യം ശ്രദ്ധിക്കരുത്, നിന്റെ കാര്യം നോക്കിക്കോണം, എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തോണം നിനക്കുള്ളത്. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ടീച്ചിങ്. നിങ്ങൾ അറിയാതെ ആണെങ്കിലും നിങ്ങൾ സ്വാർത്ഥ സമൂഹത്തെ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ മാതാവ്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഷെയറിങ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ 5 അപ്പത്തിൻ്റെ പൊതി ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തതും അത് 1000-കണക്കിന് മനുഷ്യരുടെ ആവേശമായി മാറിയതും. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് മുൻപ് മൂല്യബോധമുള്ളവനാക്കി തീർക്കുക എന്ന ഒരു മെസ്സേജ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവനെ ആഴമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അവനെ പണക്കാരനാക്കണമെന്ന ചിന്ത നല്ലതല്ല. പണം വേണം. അവനെ ലോകത്തിലെല്ലാത്തിലും വലിയവനാകണമെന്ന ചിന്തയല്ല പഠിപ്പിക്കേണ്ടത്. അവനെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കണം, ബഹുമാനം എന്താണെന്ന് പഠിപ്പിക്കണം, കരുണ എന്താണെന്ന് പഠിപ്പിക്കണം, പങ്കിടിയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിക്കണം. ബോംബെയിൽ ഈ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായി. എൻ്റെ ബ്രദർ അവിടെ താമസിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്ഥിതി എന്നറിയാൻ ഞാൻ ടെലിഫോൺ ചെയ്തപ്പോൾ അവനെന്നോട് പറഞ്ഞു, യഥാർത്ഥ ഷെയറിങ് ഇപ്പോൾ നടക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്താന്ന് ചോദിച്ചു. താഴത്തെ ഫ്ലാറ്റിലെല്ലാം വെള്ളം കയറി. കണ്ടാ വേണ്ടാത്തവരും
വഴിക്ക് വെച്ച് കണ്ടാൽ ഒരു ഹലോ പോലും പറയാത്തവരൊക്കെ ഇപ്പം എൻ്റെ മുറിയിലുണ്ട്. 52 പേര് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് പറഞ്ഞു. അതെ, ഒരു വെള്ളപ്പൊക്കം വന്നാലേ നമ്മൾ ഷെയറിങ് പഠിക്കുകയുള്ളൂ. ഒരു സുനാമിയോ ഒരു തീവണ്ടി അപകടമോ വന്നാൽ നമ്മൾ ഷെയറിങ് പഠിക്കുമോ? കഴിഞ്ഞ ദിവസം ഒരു ബസ് നടുറോഡിൽ മറിഞ്ഞു വീണു. ഒരു അപകടം ഉണ്ടായി. അവിടെ ഷെയറിങ് അല്ല ഉണ്ടായത്, അവിടെ കൊള്ളയാണ് ഉണ്ടായത്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആളുകൾ ഓടി വന്നു. 10 മിനിറ്റ് കൊണ്ട് വന്നവരെല്ലാം പോയി. എന്ത് സംഭവിച്ചു? ബാഗും സ്വർണവും മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഇത് എവിടുന്ന് വന്നു? സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതാ. നാം നമ്മുടെ സമൂഹത്തെ സ്വാർത്ഥരാകാൻ പഠിപ്പിക്കുന്നു, ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. നാം തിരുത്തേണ്ട സമയം വൈകിയിരിക്കുന്നു. ഈ അത്ഭുതത്തിൻ്റെ പിന്നിൽ ഒരു തുറന്ന ഹൃദയമുള്ള അമ്മയുണ്ടായിരുന്നു, ഒരു ദീർഘവീക്ഷണമുള്ള മാതാവുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ഞങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങളൊരു ദീർഘവീക്ഷണമുള്ള അമ്മയാണോ, അതോ ഹ്രസ്വദൃഷ്ടിയുള്ള എനിക്കും മക്കൾക്കും എന്ന ചിന്തയാണോ നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും. ഈ അത്ഭുതത്തിൽ പങ്കുകൊണ്ട ഒന്നാമത്തെ സ്ത്രീ ബാലകൻ്റെ അമ്മ. മോനെ, നീ മീറ്റിങ്ങിന് പോകണം. ഞാൻ പോവില്ല, നീ പോകണം. അവിടെ പോയി എന്നാ കിട്ടും? നല്ല ഭക്ഷണം ഉണ്ടാക്കി ഞാൻ തന്നുവിടാം. ഓക്കെ ഞാൻ പോവാം. എന്തിനാണ് ഞാൻ പോണത്? യേശുവിൻ്റെ വചനം കേൾക്കണം. ഞാൻ ഇങ്ങനെ ഇവിടെ ചേർത്ത് പറയുക, പുറകിലെങ്ങും ഇരിക്കരുത്, മുമ്പിൽ പോയിരിക്കണം. അങ്ങനെ പറഞ്ഞു എന്ന് പാസ്റ്റർക്ക് എങ്ങനെ കണ്ടെത്തി? ഞാൻ തെളിയിക്കാം. 25,000 പേരിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നീ കൊച്ചനെ ബാലകൻ അന്ത്രയോസിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? യേശു ഫ്രണ്ടിൽ നിൽക്കുന്നു. യേശുവിൻ്റെ അടുത്താണ് അന്ത്രയോസ്. ഒറ്റ നോട്ടത്തിൽ ഇവനെ കിട്ടിയതിനാൽ ഇവൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഒരു പ്രോഗ്രാമിന് പോയാൽ മുമ്പിൽ പോയിരിക്കാൻ. നോക്കൂ, ആ അമ്മ എത്ര കാഴ്ചപ്പാടുള്ള അമ്മയാണ്. അവൻ യേശുവിൻ്റെ വായുടെ അടുക്ക പോയിരുന്ന് വചനം കേൾക്കുകയായിരുന്നു, പൊതിയും കൈയിൽ പിടിച്ച്. അന്ത്രയോസ് അത് കണ്ടെത്തി. ഒന്നാമത്തെ കക്ഷി അമ്മ, രണ്ടാമത്തെ കക്ഷി ബാലകൻ. അമ്മ കൊടുത്ത ചിന്തകൾ, ദർശനങ്ങൾ ഈ കൊച്ചിൻ്റെ അകത്ത് വളരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ പൊതി അന്ത്രയോസിന്റെ കയ്യിലേക്ക് കൊടുത്തത്. എങ്കിലും ബാലകനൊരു പങ്കില്ലേ? ഉണ്ട്. പൊതി ഉണ്ടാക്കിയതമ്മ, ചുട്ടതമ്മ, പൊതിഞ്ഞതമ്മ, കൊടുത്തതമ്മ. പക്ഷെ ഇപ്പൊ കൊച്ചിൻ്റെയാണ് പൊതി. ഇനി ഇത് ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരി ബാലകനാണ്. അവനൊരു തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ സൂക്ഷിക്കണം. പക്ഷേ ഒരു തീരുമാനവും എടുക്കാതെ ഒരുപാട് വൈകുന്നതിനേക്കാൾ നല്ലത് തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നതാണെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. എന്തായാലും തീരുമാനങ്ങൾ എടുക്കുവാൻ ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഈ അമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു വിഷയം വന്നിരിക്കുക. അന്ത്രയോസ് പറഞ്ഞു, മോനെ, ഇത് നീ തിന്നാൽ നിനക്ക് മാത്രം തിന്നാം. ഇത് നീ യേശുവിൻ്റെ കൊടുത്താൽ 1000 തിന്നാം. നീ ആലോചിച്ചോ, ഒരു സ്വാർത്ഥതയുടെ ഹൃദയമാണെങ്കിലും കുഞ്ഞുങ്ങളല്ലേ. ഞാൻ എത്രയോ കുഞ്ഞുങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ അടുക്കൽ വരുന്ന കുട്ടികൾക്കെല്ലാം ഓരോ ചോക്ലേറ്റ് കൊടുക്കാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്താൽ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വെച്ചാൽ തരികയില്ല. ഒന്നുകൂടെ കൊടുത്തിട്ട് തിരിച്ചു വെച്ചാലും തരില്ല. 2 എണ്ണം കൈവൊക്കെ അവർ തരില്ല. അതാണ് കുട്ടികളുടെ അകത്ത് സ്വാർത്ഥത പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഷെയറിങ് ഇല്ല, അത് നിങ്ങൾ പഠിപ്പിക്കണം. ഈ ബാലകൻ ഇതെങ്ങനെ കൊടുത്തു? അമ്മയുടെ ഉപദേശം അവൻ്റെ അകത്ത് കിടന്നു. മോനെ, ഇത് മുഴുവനും ഒരാൾക്ക് തിന്നാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ 22 മുറി ഉണ്ടെന്നിരിക്കട്ടെ, 22 കോട്ടുണ്ടെന്നിരിക്കട്ടെ, മനോഹരമായ ബെഡ് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ഒരു രാത്രി എത്ര കട്ടിലേക്ക് കിടക്കും? നിങ്ങളുടെ ആ കൊച്ചു കട്ടിലിൽ വളഞ്ഞു കിടന്നാലേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ 3 വർഷത്തേക്കുള്ള അരി സ്റ്റോക്ക് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എത്ര കഞ്ഞി കുടിക്കാൻ പറ്റും? ഇതെല്ലാം മനുഷ്യൻ അറിയേണ്ട സത്യങ്ങളാണ്. ഈ ബാലകന്റെ കയ്യിലെ അപ്പം അവൻ വയറ് നിറയെ തിന്നാലും 5 മണിക്കൂർ കഴിയുമ്പോൾ ആ അപ്പം വേസ്റ്റായി പോയി.
എന്നാൽ ഇത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ 100 1000 10,000 വർദ്ധിച്ചു. രണ്ടാമത്തെ കക്ഷി ബാലകൻ. മൂന്നാമത്തെ കക്ഷി അന്ത്രയോസ്. ഈ ആൾക്കൂട്ടത്തിനകത്തുനിന്ന് ഈ കുട്ടിയെ കണ്ടെത്തി. പൊതിയുള്ള കുട്ടി, കൊടുക്കാൻ മനസ്സുള്ള കുട്ടി. ഇതിനെ കണ്ടെത്തിയത് ചെറിയ കാര്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പോസ് കുറേ ബാധ്യതകൾ കണ്ടെത്തിയപ്പോൾ അന്ത്രയോസ് ഒരു ബാലകനെ കണ്ടെത്തി. മാത്രമല്ല അന്ത്രയോസിൻ്റെ പങ്ക് കുറെ കൂടെ ഡീപ്പാണ്. അന്ത്രയോസ് ആ ബാലകനുമായി അടുത്തൊരു ബന്ധം സ്ഥാപിച്ചു. ഇതിനകത്തൊരു ആത്മീയതയുണ്ട്. യേശുവിന് ഉപയോഗിക്കാൻ കൊള്ളുന്നവരെ കണ്ടെത്തി അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് ഒരു ശുശ്രൂഷയാണ്. ഇതൊരു നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാവർക്കും നേതാവാകാൻ ഒക്കുകയില്ല. എന്നാൽ നേതാവാകാൻ കഴിവുള്ളവൻ ഈ ആൾക്കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഭാവിയിൽ നേതൃത്വത്തിൽ വരാൻ കഴിവുള്ളവർ ഈ ജനക്കൂട്ടത്തിലുണ്ട്. അവനെ കണ്ടെത്തി വലിയ ലീഡറുടെ കയ്യിൽ കൊടുക്കുന്നത് ഒരു കഴിവാണ്. വാസ്തവത്തിൽ അന്ത്രയോസ് ഈ ആൾക്കൂട്ടത്തിനകത്തുനിന്ന് ഒരു സ്റ്റഡി നടത്തി. ഇവനെ കൊള്ളാം, അവനെ സെലക്ട് ചെയ്തു, അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അന്ത്രയോസ് ചെയ്തതിനേക്കാൾ വലുത് ഈ ബാലകൻ ചെയ്തു. ഇന്ന് വരെ ആരും ചെയ്തതിനേക്കാൾ വലുത് ഈ ബാലകൻ ചെയ്തു. പക്ഷേ ആ ബാലകനെ കൊണ്ടുവന്നത് അന്ത്രയോസാണ്. നാലാമത്തെ ഗ്രൂപ്പ് ആരാണ്? നാലാമത്തെ ഗ്രൂപ്പ് ഇത് വിളമ്പിയവരാണ്. എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്. 5 അപ്പം ഇതാ ഒരു കയ്യിൽ, ഒരു കൊച്ചൻ്റെ കയ്യിലിരുന്നതല്ലേ, ഇതാ ഈ കയ്യിലിരിക്കുന്നു. യേശു പ്രാർത്ഥിച്ചു. ഉടനെ അതൊരു പർവ്വതം പോലെ ആയില്ല, അതങ്ങനെ തന്നെ ഇരിക്കുക. യേശു നുറുക്കി. ഉടനെ അത് വലിയ ലോറിയിലോട്ട് നിറഞ്ഞില്ല, അങ്ങനെയൊന്നും അവിടെ കാണുന്നില്ല. യേശു അത് നുറുക്കിയിട്ട് 12 പാത്രം എടുക്കാൻ പറഞ്ഞു. എടുത്തു. അതിലേക്ക് ഓരോ കഷ്ണമോ, ഈ 2 കഷ്ണം 4 കഷ്ണം കിട്ടും. ഇനിയാണ് ഇവിടെ അത്ഭുതത്തിൻ്റെ മാജിക്. ഇത് വിളമ്പുന്നവരുടെ കയ്യിലാണ് കാര്യമിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഉള്ളതുകൊണ്ട് കൊടുത്തു എന്നല്ല, അവിടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഇതൊരു വലിയ കുന്നുപോലെ അങ്ങോട്ട് കൂടിയിരുന്നെങ്കിൽ ആർക്കും ചെയ്യാം. പക്ഷെ യേശു പറഞ്ഞു ഇത് വിളമ്പ്. കൊടുക്കുന്നുണ്ടെങ്കിലും തീരുന്നില്ല, കൊടുക്കുന്നുണ്ടെങ്കിലും തീരുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? സമയം തീരുകയാ. ദൈവിക അനുഗ്രഹങ്ങൾ കൂട്ടിവെക്കാൻ തരില്ല, പൂഴ്ത്തിവെക്കാൻ തരില്ല. പാണ്ഡികശാല ഉണ്ടാക്കി ഭൂമിക്കടിയിൽ കൂട്ടിവെക്കാൻ ദൈവം തരില്ല. ദൈവം തന്നത് നീ കൊടുത്തോണ്ടിരുന്നാൽ അത് തീരാതിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശിഷ്യന്മാർ ഈ അല്പം, അവരുടെ വയറ് വിശന്നിരിക്കുക, പക്ഷേ ആ അല്പത്തിൽ നിന്ന് വിശ്വാസത്തോടെ വിളമ്പാൻ തുടങ്ങി. 20,000 പേർക്ക് വിളമ്പിക്കഴിഞ്ഞിട്ടും കൊട്ട നിറഞ്ഞു നിൽക്കുക. 12 കൊട്ട ബാക്കി വന്നു. 5ാമത്തെ ഗ്രൂപ്പ് അനുഭവിച്ചവർ, അതായത് കഴിച്ചവർ. അവരുടെ പങ്കെന്താ? വലിയ പങ്കില്ലെങ്കിലും ഒരു സാധനം പോലും ഇവിടെ ഇല്ല. ഈ വെറും 5 അപ്പം പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുമ്പോൾ പന്തിയായിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങളിരിക്കുമോ? അന്നേരം സ്റ്റാൻഡ് വിടുകയില്ലേ? ഭക്ഷണം ഇല്ലാത്തടത്ത് കൈ കഴുകേണ്ട കാര്യമുണ്ടോ? ഇവിടെയും ഒരു വിശ്വാസത്തിൻ്റെ പ്രസക്തിയുണ്ട്. ആ കൂടി വന്ന ജനം ആരുടെ വാക്കുകളാണ് ഇതുവരെ കേട്ടത്? സർവശക്തൻ്റെ വാക്കുകളാണ്. യേശുവാ പറഞ്ഞത് ഇരുന്നോളാൻ. അവരാ പൊതിയിലോട്ടല്ല നോക്കിയത്, ദൈവപുത്രൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ വാക്കുകളെ വിശ്വസിച്ചു അവരിരുന്നു. പ്രാർത്ഥിക്കാനുള്ള സമയമായി. കണ്ണുകളടയ്ക്കാം. അത്ഭുതത്തിന് 5 കക്ഷികൾ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ, നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ നമുക്ക് ഒരു പങ്കുണ്ട്. നിന്റെ വീട്ടിൽ, നിന്റെ മക്കളിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വിഷയങ്ങളിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യണമെങ്കിൽ
നിനക്കൊരു പങ്കുണ്ട് സഹോദരി, നിനക്കൊരു പങ്കുണ്ട്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, എൻ്റെ കർത്താവേ, എൻ്റെ പങ്ക് ഏതാണെന്ന് കാണാനുള്ള ഒരു കണ്ണെനിക്ക് തരണമേ. ആഴമുള്ള ഒരു ദർശനത്തിനായിട്ട് സമർപ്പിക്കൂ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, എത്ര മനോഹരമായ വചനം! ഇത് ഗ്രഹിപ്പാൻ നിൻ്റെ ജനത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഉയർന്ന ദർശനമുള്ളവരായി ഞങ്ങളുടെ മക്കൾ തീരട്ടെ. ഞങ്ങളുടെ മക്കളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പ് മാറട്ടെ. അങ്ങനെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുതത്തിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഈ അല്പത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ചെറിയ മെസ്സേജ് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.